കാർഷിക വികസനത്തിൽ കേരള മോഡൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമാവുകയാണ് എൻ്റെ കേരളം പ്രദർശനം. ഡിജിറ്റൽ അഗ്രികൾച്ചർ മേഖലയിലെ പ്രവർത്തനങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളുമാണ് കൃഷി വകുപ്പിന്റെ സ്റ്റാളുകളെ വ്യത്യസ്തമാക്കുന്നത്. പരമ്പരാഗത പൊക്കാളി നെൽകൃഷി മുതൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വരെ എൻ്റെ കേരളം പ്രദർശനത്തിലുണ്ട്. ഒപ്പം കാർഷിക മേഖല കൈവരിച്ച പുരോഗതിയും നേട്ടങ്ങളും. 14 സോണിൽ ഒന്നാമത്തെ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നെൽകൃഷിയാണ്. പ്രധാനമായിട്ടും പൊക്കാളി നെൽകൃഷിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സോൺ വെജിറ്റബിൾസും, മൂന്നാമത്തെ സോൺ നമുക്ക് ഫ്രൂട്ട്സാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജില്ലയുടെ ഒരു പ്രകൃതി കൂടി അങ്ങനെയാണ്. നെൽകൃഷി മുതൽ അങ്ങ് അറ്റത്ത് ഫോറസ്റ്റ് വരെ നീണ്ടു കിടക്കുന്ന ഒരു വ്യത്യസ്തമായ വിളവ് വിന്യാസമാണ് നമ്മുടെ ജില്ലയ്ക്കുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് നമ്മളിവിടെ ഔട്ട്ഡോർ ഏരിയയിൽ ഒരുക്കിയിട്ടുള്ളത്. വളപ്രയോഗത്തിനും വിത്തിടലിനും ഉപയോഗിക്കുന്ന ഡ്രോണാണ് പ്രദർശനത്തിലെ ഏറ്റവും വലിയ ആകർഷണം. പക്ഷേ 25 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 3.5 ഏക്കറോളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. 20 ലിറ്ററോ 30 ലിറ്ററിലൊക്കെ ഈ വാട്ടറിൻ്റെ കണ്ടന്റ് നമ്മൾ കുറയ്ക്കുകയാണ്. അതിനനുസരിച്ചുള്ള മരുന്ന് മതി. ഒരു 200 ഗ്രാമോ, ആ 1 കിലോ എടുക്കേണ്ട സമയത്താണ് നമ്മൾ ഒരു 200 ഗ്രാമോ 300 ഗ്രാമോ മരുന്ന് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, സമയലാഭവും സാമ്പത്തിക ലാഭവും. കൃഷി വകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെയും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവരും ഇവിടെയുണ്ട്. സ്മാർട്ട് കൃഷിയിലേക്ക് കേരളം എങ്ങനെ നീങ്ങുന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് എൻ്റെ കേരളം പ്രദർശനം. കൈരളി ന്യൂസ്, കൊച്ചി.